സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതും പാടുന്നതും എഴുതുന്നതുമെല്ലാം വലിയ ഇബാദത്താണ്. ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ എന്ന് ഉമറുൽ ഖാദി തങ്ങൾ അവിടുത്തെ സ്വല്ലല്ലാഹു ബൈത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രധാനമായും മദ്ഹ് പറയുന്നതിന് 5 നേട്ടങ്ങളുണ്ട്. ഒന്ന്, ആ മജ്ലിസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടും. ദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞാൽ, അവരുടെ മദ്ഹുകൾ പറഞ്ഞാൽ ദോഷം പൊറുക്കുമെന്ന് ഹദീസിലുണ്ട്. സ്വാലിഹീങ്ങളുടെ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ ആ നേട്ടം ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. രണ്ടാമത്തേത്, മലക്കുകളുടെ ദുആ ലഭിക്കും. കാരണം മദ്ഹ് ചെയ്യുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ശക്തി കൊണ്ട് നീ ശക്തി പകരണേ എന്ന ദുആ തങ്ങൾ നടത്തുന്നുണ്ട്. ജിബ്രീൽ ദുആ ചെയ്തും കൂടെ നിന്നും സഹായിക്കും. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് മാത്രം ഉള്ള പ്രത്യേകത അല്ല അത്. കാരണം നബി തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് അത് ദുആ ചെയ്തു കൊടുക്കാനുള്ള കാരണം ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെ പുകഴ്ത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ വിശേഷണമുള്ള എല്ലാവർക്കും തങ്ങളുടെ ദുആവും മലക്കളുടെ സാന്നിധ്യവും കൊണ്ട് അനുഗ്രഹീതരാവാൻ കാരണമാകുമെന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദലാലാത്തുൽ വാളിഹാത്ത് ശറഹി ദലാഇലുൽ ഖൈറാത്തിൽ കാണാം. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചെയ്യുന്നതിൽ ഒരു ഹർഫെങ്കിലും അള്ളാഹു സ്വീകരിച്ചാൽ, ഒറ്റൊരു ഹർഫ് സ്വീകരിച്ചാൽ അത് മതി ആഖിറത്തിൽ അവിടുത്തെ ശഫാഅത്തും അള്ളാഹുവിൻ്റെ തൃപ്തിയും ലഭിക്കാൻ എന്ന് വിശ്വപ്രസിദ്ധ പണ്ഡിതൻ ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്താൽ അത് പാടിയായാലും പറഞ്ഞുകൊണ്ടാണെങ്കിലും എഴുതിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും തങ്ങൾ അതിന് സമ്മാനം നൽകും. പൊതുവിൽ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ അവരെ മദ്ഹ് ചെയ്യുന്നവർക്ക് സമ്മാനം കിട്ടാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്താൽ സമ്മാനം ഷുവറാണ്. കാരണം മദ്ഹ് ചെയ്ത ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് ഒരു പ്രത്യേക സ്റ്റേജ് തന്നെ കൊടുത്തത് മദീനത്തെ പള്ളിയിലാണ്. അല്ലെങ്കിലേ മദീനത്തെ പള്ളി ചെറുതാണ്. ഓൾറെഡി മിമ്പർ ഖുത്ബ ഓതാനും ഉണ്ട് താനും. പിന്നെ ഒരു സ്റ്റേജ് അസൈൻ ചെയ്തു കൊടുക്കണമെങ്കിൽ ആ കാര്യം വളരെ വലുതായതുകൊണ്ടാണ്. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു മദ്ഹ് ചെയ്തപ്പോൾ ഷാള് തന്നെ അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. 10,000 ദിർഹം കൊടുത്തിട്ടും ആ ഷാള് കൊടുക്കാൻ തയ്യാറായില്ല സ്വഹാബി. ചരിത്രത്തിൽ കാണാം. അബ്ബാസ് ഇബ്നു മിർദാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചെയ്തപ്പോൾ നബി തങ്ങൾ കൊടുത്തത് 100 ഒട്ടകമാണ്. 100 ഒട്ടകം. അല്ലെങ്കിൽ നബി തങ്ങൾ ഈ ചില്ലറ കൊടുത്ത് ശീലമില്ലാത്ത ആളാണ്. 100 ദിർഹം ചുരുട്ടി കൊടുക്കുക, അതൊന്നും തങ്ങൾക്ക് അറിയില്ല തന്നെ. അതൊരു ശീലമേ ഇല്ല. നബി തങ്ങൾ 100 ഒട്ടകം കൊടുത്ത ആളുടെ ലിസ്റ്റ് എടുത്താൽ 40 സ്വഹാബിമാരുണ്ടാവും. 100 ബെൻസ് കാർ കൊടുത്ത ഏതെങ്കിലും ഒരു ആജിയാർ ഇവിടെ ഉണ്ടോ? ഉണ്ടാവില്ലല്ലോ. പോസിബിൾ അല്ലല്ലോ. ഇത് 100 ഒട്ടകത്തിന്റെ കണക്കാട്ടോ. 50-ൻ്റെത് വേറെ, 150-ൻ്റെത് വേറെ. 300 ഒട്ടകം കിട്ടിയ ആളാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് കാന അജ്വദന്നാസ്, ലോകത്തെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങളെ മദ്ഹ് ചെയ്തവർക്ക് അവിടുന്ന് സമ്മാനങ്ങൾ നൽകും. 5, നബി തങ്ങളുടെ മദ്ഹ് ചെയ്യുക എന്ന് പറയുന്നത് അവിടുത്തെ ഖിദ്മത്ത് എടുക്കുന്നതിന് പകരമാണ്.
ഏതായാലും അവിടുത്തെ ഹയാത്ത് കാലത്ത് അനസുബിന് മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഡയറക്റ്റ് 13 ഖാദിമീങ്ങളിൽ പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇൻഡയറക്റ്റ് ഖിദ്മത്ത് എടുക്കാനുള്ള ഒരു അവസരമാണ് മദ്ഹ് പറയുക എന്ന് പറയുന്നത്. അത് ബൂസരി ഇമാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി ദുനൂബ ഉംരി മളാ ഫി ശഅരി വൽ ഖിദമി. ഞാൻ തങ്ങളുടെ മദ്ഹ് പാടിയിട്ട് ഇതാ ഖിദ്മത്ത് എടുക്കുന്നു. ഈ വരിയുടെ വ്യാഖ്യാനം എഴുതുമ്പോൾ ഇബ്നു അജീബ് തങ്ങളുടെ അൽ ഉംദ ഫി ശർഹിൽ ബുർദ എന്ന കിതാബിൽ ഞാൻ ഈ പറയുന്ന ആശയം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഏത് ഉസ്താദുമാര് വലിയ സാദാത്തുക്കളും ഭക്ഷണം കഴിക്കാൻ പരിപാടി കഴിഞ്ഞിട്ടോ മുമ്പോ ക്ഷണിക്കപ്പെട്ടാൽ ഡ്രൈവർമാരെ ഖാദിമീങ്ങളെ പ്രത്യേകം വിളിക്കും. അപ്പൊ ഖാദിമീങ്ങളെ തങ്ങൾ പരിഗണിക്കും. അവിടുത്തെ മദ്ഹ് ചെയ്തുകൊണ്ടിരിക്കണം, അവിടുത്തെ മദ്ഹ് നമ്മൾ പാടിക്കൊണ്ടിരിക്കണം. അതിന് റബീഉൽ അവ്വൽ നിമിത്തമാവണം. തങ്ങളെക്കുറിച്ച് എഴുതണം, പറഞ്ഞു കൊടുക്കണം. ഓഫീസിലുള്ളവർക്ക്, ക്ലാസ്മേറ്റ്സിന്, റൂംമേറ്റ്സിന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഊർജമാണ് തിരുവസന്തം 1500 എന്ന ICF-ന്റെ ഈ പരിപാടിയിലൂടെ നമ്മൾ ഇവിടുന്ന് നേടിയെടുക്കേണ്ടത്.